ഹായ് സുഹൃത്തുക്കളെ, നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് നല്ലൊരു നെയ്മീൻ, നല്ല നെയ്മീൻ 3/4 കിലോയുണ്ട്. അത് കറി വെക്കാൻ പോവാണ്. അപ്പൊ എങ്ങനെയൊന്ന് മീൻകറി വെക്കാം. ഇത് നന്നായിട്ട് കട്ട് ചെയ്ത് 3-4 പ്രാവശ്യം കഴുകിയ നെയ്മീനാണ്. നമ്മൾ ഇതിന്റെ കൂടെ ചേർക്കാൻ പോകുന്ന കുറച്ച് ചുമന്നുള്ളി അരിഞ്ഞത്, പച്ചമുളക്, വേപ്പില, വെളുത്തുള്ളി, കുറച്ച് ഇഞ്ചി, പിന്നെ നമ്മള് പുളി കുറച്ച് ചൂടുവെള്ളത്തിലിട്ടതാണ്, കുടംപുളിയാണ് കേട്ടോ. ഇനി നമുക്ക് കുക്കിംഗ് സെക്ഷനിലേക്ക് പോകും. അപ്പൊ നമുക്ക് മീൻകറി കുക്ക് ചെയ്യാം. ആദ്യം മൺചട്ടി അടുപ്പത്ത് വെച്ച് ചൂടാവട്ടെ. മൺചട്ടിയിൽ മീൻ ഉണ്ടാക്കുന്നതായിരിക്കും കേട്ടോ ഏറ്റവും ടേസ്റ്റ് കൂടുതൽ. മീൻകറി വെക്കുന്നത് എപ്പോഴും മൺചട്ടിയിൽ വെച്ചാൽ അതിന് ടേസ്റ്റ് ഉള്ളൂ. അതും അന്ന് തന്നെ കഴിക്കാതെ ഒരു ദിവസം കഴിഞ്ഞ് കഴിക്കുകയാണെങ്കിൽ കൂടുതൽ ടേസ്റ്റ് വരും. ഓക്കെ, ചട്ടി ഇപ്പൊ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഞാൻ അതിലേക്ക് ഇച്ചിരി എണ്ണ ഒഴിക്കുകയാണ്. ഓക്കെ, എണ്ണ ചൂടായി കഴിഞ്ഞു. നമുക്ക് അതിലേക്ക് കുറച്ച് ഉലുവ ഇടാം. ഉലുവ ഇടുന്ന എപ്പോഴും മീൻകറിക്ക് ഇച്ചിരി ടേസ്റ്റ് കിട്ടും. ഉലുവ ഒന്ന് പൊട്ടി വന്നു തുടങ്ങുമ്പോ നമുക്ക് ഇത്തിരി കടുക് അതിലേക്ക് ആഡ് ചെയ്യാം. പൊട്ടി കഴിഞ്ഞു. ഇനി നമ്മൾ ആദ്യം ചേർത്ത് വെച്ചിരുന്ന ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, വേപ്പില ഇതെല്ലാം കൂടി ഒന്ന് ആഡ് ചെയ്യുക. അതിനുശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അപ്പൊ നമ്മുടെ കടുക് പൊട്ടിച്ചതും ഉള്ളി എല്ലാം ഒന്ന് വഴന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് മല്ലിപ്പൊടി, ഒരു 3 സ്പൂൺ മല്ലിപ്പൊടി ആഡ് ചെയ്യുന്നുണ്ട്. ഇനി നമ്മുടെ ടർമറിക് പൗഡർ 1.5 സ്പൂൺ ടർമറിക് പൗഡർ, ചില്ലി പൗഡർ ഒരു 2 സ്പൂണ്. ഓൾറെഡി നമ്മൾ അതിൻ്റെ അകത്ത് പച്ചമുളക് ചേർത്തിട്ടുള്ളതുകൊണ്ട് നല്ല എരിവുണ്ടാകും. ഇത്തിരി ഉപ്പ് ചേർക്കാണ്, മീനുള്ളത് ഇത്തിരി ഉപ്പ് ചേർക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടിയുടെ ഒക്കെ ആ പച്ചമണം ഒന്ന് പോയി കഴിയുമ്പോൾ നമ്മൾ അതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന കുടംപുളിയുടെ ചാറ് കൂടി അതിലേക്ക് ചേർക്കുകയാണ്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത വെള്ളം. ഇനി നമുക്ക് പതുക്കെ ഈ മീനെല്ലാം നന്നായിട്ട് കഴുകി നുറുക്കി പല പ്രാവശ്യം കഴുകി വെച്ചിരിക്കുന്ന നല്ല മീൻ നമുക്ക് ഇതിലേക്ക് മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. ഹായ് സുഹൃത്തുക്കളെ, അപ്പൊ നമ്മുടെ നെയ്മീൻ കറി റെഡി ആയിരിക്കുകയാണ്. നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ. മീനൊക്കെ ഒരു ദിവസം വെച്ച് കഴിഞ്ഞ് കഴിച്ചാലാണ് ടേസ്റ്റ് വരിക. എന്നാൽ നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്യണ്ടേ? കണ്ടിട്ട് തന്നെ കഴിക്കാൻ തോന്നുന്നു. ഓക്കെ, ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ കേട്ടോ. അടിപൊളിയാണ്. ഇത് ചോറിന്റെ കൂടെ കഴിച്ചു കഴിഞ്ഞാൽ വേറെ ഒന്നും കൂട്ടേണ്ട കാര്യമില്ല. ഇത്തിരി അച്ചാറും ഈ മീൻകറിയുടെ കൂട്ടിയാൽ എത്ര ചോറ് വേണമെങ്കിലും നമുക്ക് ഉണ്ടാൻ പറ്റും. നിങ്ങൾക്കും ഇതുപോലെ തന്നെ കറി വെച്ച് ട്രൈ ചെയ്യുക. ഇഷ്ടമായാൽ ലിങ്ക് സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും ബെല്ലൈക്കൺ പ്രസ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോയ്ക്ക് വേണ്ടി കാത്തിരിക്കാം. താങ്ക് യു.